ഏവർക്കും നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകാം. പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. അപ്പോൾ പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ ഏതാണ്? വനിതാ സംവരണ ബിൽ. ബില്ലിന്റെ പേര് നാരീശക്തി വന്ദൻ അധിനിയം എന്നാണ്. അപ്പോൾ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. ബില്ലിന്റെ പേര് നാരീശക്തി വന്ദൻ അധിനിയം എന്നാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൊത്തം സീറ്റുകളുടെ 1/3 അഥവാ 33% വനിതകൾക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് വനിതാ സംവരണ ബില്ല്. അപ്പോൾ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൊത്തം സീറ്റുകളുടെ 1/3 വനിതകൾക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് വനിതാ സംവരണ ബിൽ അഥവാ നാരീശക്തി വന്ദൻ അധിനിയം. വനിതാ സംവരണ ബില്ല് 106ാം ഭരണഘടനാ ഭേദഗതിയാണ്. 128ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി അംഗീകാരം നൽകി. അപ്പോൾ വനിതാ സംവരണ ബില്ല് എത്രാം ഭരണഘടനാ ഭേദഗതിയാണ്? 106ാം ഭരണഘടനാ ഭേദഗതിയാണ്. 128ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28. അടുത്ത ക്വസ്റ്റ്യൻ, പഴയ പാർലമെന്റിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? സംവിധാൻ സദൻ അഥവാ ഭരണഘടനാ മന്ദിരം എന്നാണ്. അപ്പോൾ പഴയ പാർലമെന്റിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? സംവിധാൻ സദൻ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. 2023 നോർമൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് നേടിയത് ആരാണ്? സ്വാതി നായക്കാണ്. അപ്പോൾ 2023 നോർമൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് നേടിയത് ആരാണ്? സ്വാതി നായക്കാണ്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് ഈ നോർമൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് നൽകുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? നോർമൻ ബോർലോഗ്. 1970 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 1970 ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നു. 1972 നോർമൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോർമൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് കൊടുക്കുന്നതെന്നാണ്? 1972. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചതെന്നാണ്? 1970. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി. അപ്പോൾ 2024 വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? തായ്വാനിലാണ്. തായ്വാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റംബറിൽ ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചതെന്നാണ്? 2023. 2023 സെപ്റ്റംബറിൽ ടെന്നീസ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. 2024 ICC പുരുഷ 2020 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? USA, വെസ്റ്റ് ഇൻഡീസ്. 2024 ICC പുരുഷ 2020 ലോകകപ്പ് വേദി എവിടെയാണ്? USA, വെസ്റ്റ് ഇൻഡീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ കായിക താരങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കായികമേളയായ ഏഷ്യൻ ഗെയിംസ് 2023 എവിടെയാണ് നടക്കുന്നത്? ഏഷ്യയിലെ കായിക താരങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കായികമേളയാണ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്
ചൈനയിലെ ഹാങ്ചൌവിലാണ്. എവിടെയാണ്? ചൈനയിലെ ഹാങ്ചൌവിലാണ് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ചൈനയിലെ ഹാങ്ചൌവിൽ 2023 നടന്നത്. ഇനി 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്. 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോധിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗുരുദത്ത് സോധിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് എവർ ഓൺവേർഡ്. എവർ ഓൺവേർഡ് എന്നുള്ളതാണ് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ്. 1951 ഏഷ്യൻ ഗെയിംസ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 ന്യൂഡൽഹിയിലാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഉദ്ഘാടനം ചെയ്തത്. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. ചൈനയിലെ ഹാങ്ചൌവിലാണ്. 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്. ഏഷ്യയിലെ കായിക താരങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കായികമേളയാണ് ഏഷ്യൻ ഗെയിംസ് 2023 ചൈനയിലെ ഹാങ്ചൌവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്ത്? ഛത്രപതി സംഭാജി നഗർ. ഇപ്പോൾ ഛത്രപതി സംഭാജി നഗർ എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ നഗരം ഏതായിരുന്നു? ഔറംഗാബാദ്. അപ്പോൾ ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സംഭാജി നഗർ. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേരെന്താണ്? ധാരാശിവ് എന്നാണ്. അപ്പോൾ ധാരാശിവ് ഒസ്മാനാബാദ് ജില്ലയായിരുന്നു. ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേരാണ് ധാരാശിവ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സംഭാജി നഗർ എന്നാണ്. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേരാണ് ധാരാശിവ്. മന്ദഹാസം പദ്ധതിയുടെ പുതിയ ധനസഹായം എത്ര രൂപയാണ്? 10,000 രൂപയാണ്. അപ്പോൾ മന്ദഹാസം പദ്ധതിയുടെ പുതിയ ധനസഹായം എത്ര രൂപയാണ്? 10,000 രൂപ. എന്താണ് ഈ മന്ദഹാസം പദ്ധതി? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതിയുടെ പുതിയ ധനസഹായം എത്ര രൂപയാണ്? 10,000 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് എം ജയചന്ദ്രനാണ്. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ജയചന്ദ്രനാണ്. 2023 സെപ്റ്റംബറിൽ സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂറാണ്. 2023 സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രന്. 2023 സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. 2023 US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കൊക്കോ ഗാഫ് അമേരിക്ക. അമേരിക്കയുടെ കൊക്കോ ഗാഫ് ആണ് 2023 US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്. 2023 US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ്. അപ്പോൾ 2023 US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? അമേരിക്കയുടെ കൊക്കോ ഗാഫ് ആണ്. 2023 US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്, സെർബിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയ ഇന്ത്യൻ വംശജ ആരാണ്? ജൊയ്ത ഗുപ്തയാണ്. സ്പിനോസ പുരസ്കാരമാണ്. ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ഏതാണ്?
സ്പിനോസ പുരസ്കാരം 2023 നേടിയ ഇന്ത്യൻ വംശജ ആരാണ്? ജോയ്ത ഗുപ്ത. ജോയ്ത ഗുപ്ത ഒരു ഡച്ച് പരിസ്ഥിതി ശാസ്ത്രജ്ഞയാണ്. അപ്പോൾ ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് എന്താണ്? സ്പിനോസ പുരസ്കാരമാണ്. സ്പിനോസ പുരസ്കാരമാണ് ഡച്ച് നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്. ഈ സ്പിനോസ പുരസ്കാരം 2023 ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ്? ജോയ്ത ഗുപ്തയാണ്. ജോയ്ത ഗുപ്ത ഒരു ഡച്ച് പരിസ്ഥിതി ശാസ്ത്രജ്ഞയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയന് ശേഷം G20 ഉച്ചകോടിയിൽ അംഗമാകുന്ന രണ്ടാമത്തെ രാജ്യ കൂട്ടായ്മ ഏതാണ്? ആഫ്രിക്കൻ യൂണിയനാണ്. ആഫ്രിക്കൻ യൂണിയനിൽ 55 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. 55 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയന് ശേഷം G20 ഉച്ചകോടിയിൽ അംഗമാകുന്ന രണ്ടാമത്തെ രാജ്യ കൂട്ടായ്മ ഏതാണ്? ആഫ്രിക്കൻ യൂണിയനാണ്. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ചേരുന്നതാണ് G20. ഇനി G21 ആയിരിക്കും. ആഫ്രിക്കൻ യൂണിയനിലെ എത്ര രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? 55 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ ആരാണ്? ഡോക്ടർ KT ബിജു ആണ്. ഡോക്ടർ KT ബിജുവിനാണ് 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം ലഭിച്ച മലയാളി ഗവേഷകൻ. ഓർഗാനോ കറ്റാലിസിസ് മേഖലയിൽ ഗവേഷണത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ശാസ്ത്ര വിഷയങ്ങളിലെ ഗവേഷണത്തിന് ഇന്ത്യയിൽ നൽകുന്ന സമ്മാനമാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം. ആദ്യമായി ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1958 അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നു മുതലാണ്? 1958. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകനാരാണ്? ഡോക്ടർ KT ബിജു ആണ്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ. ജമ്മു കാശ്മീരിലെ ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ ഏതു പേരിലാണ് ഇനി അറിയപ്പെടുന്നത്? ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷന്റെ നേരത്തെ പേരാണ് ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ. ഉധംപൂർ റെയിൽവേ സ്റ്റേഷനാണ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിലാണ്. അടുത്തിടെ അന്തരിച്ച അജിത് നൈനാൻ ഏതു മേഖലയിലാണ് പ്രശസ്തൻ? കാർട്ടൂണിസ്റ്റ് ആണ്. അടുത്തിടെ അന്തരിച്ച അജിത് നൈനാൻ ഏതു മേഖലയിലാണ് പ്രശസ്തൻ? കാർട്ടൂണിസ്റ്റ് ആണ്. 2023 സെപ്റ്റംബറിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വിജയവാഡ റെയിൽവേ സ്റ്റേഷനാണ്, ആന്ധ്രാപ്രദേശ്. 2023 സെപ്റ്റംബറിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ 54ാമത് കടുവാ സങ്കേതമായ ധോൽപൂർ കരൌലി കടുവാ സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയുടെ 54ാമത് കടുവാ സങ്കേതമാണ് ധോൽപൂർ കരൌലി കടുവാ സങ്കേതം. ഇതേത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ്. 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുരുകൻ കാട്ടാക്കടയ്ക്കാണ്. 2023 മലയാറ്റൂർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മുരുകൻ കാട്ടാക്കട. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമം ഏതാണ്? കാസ്കോ വില്ലേജ്, തിരുവനന്തപുരം. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമമാണ് കാസ്കോ വില്ലേജ്, തിരുവനന്തപുരം. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കേഡെസ്ക് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മഞ്ചാടി. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ കേഡെസ്ക് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മഞ്ചാടി. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? നെയ്റോബി, കെനിയ. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. അപ്പോൾ
ആദിത്യ L1 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2-നാണ്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. 2023 സെപ്റ്റംബർ 2-നാണ്. PSLV C-57 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിച്ചത്. അപ്പോൾ ആദിത്യ L1 വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57 റോക്കറ്റാണ്. PSLV C-57 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-ന് ആദിത്യ L1 വിക്ഷേപിച്ചു. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ L1. PSLV C-57 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി എവിടെയാണ്? മെറ്റ്ലൈഫ് സ്റ്റേഡിയം, യുഎസിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി. മെറ്റ്ലൈഫ് സ്റ്റേഡിയം, US. അപ്പോൾ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി എവിടെയാണ്? യുഎസിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ്? ദിസ് മൊമെന്റ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ്? ദിസ് മൊമെന്റ്. പ്രശസ്ത ഗായകനായ ശങ്കർ മഹാദേവനും തബല മാന്ത്രികനായ സക്കീർ ഹുസൈൻ ഉൾപ്പെടുന്ന സംഗീത ബ്രാൻഡാണ് ശക്തി. ശക്തിയുടെ ആൽബമാണ് ഏത്? ദിസ് മൊമെന്റ്. അപ്പോൾ 66ാമത് ഗ്രാമി പുരസ്കാരം ലഭിച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ്? ദിസ് മൊമെന്റ്. സക്കീർ ഹുസൈൻ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തബലയുമായിട്ടാണ് സക്കീർ ഹുസൈൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രശസ്ത ഗായകനായ ശങ്കർ മഹാദേവനും തബല മാന്ത്രികനായ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബ്രാൻഡാണ് ഏത്? ശക്തി. ഈ ശക്തിയുടെ ആൽബമാണ് ഏത്? ദിസ് മൊമെന്റ്. ഇതിനാണ് 66ാമത് ഗ്രാമി പുരസ്കാരം ലഭിച്ച മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ലഡാക്ക്, ഗുൽമർഗ്. ജമ്മു കാശ്മീരിലെ ലഡാക്കിലും ഗുൽമർഗിലുമാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ. ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷീ ആണ്. ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷീ എന്ന ഹിമപ്പുലിയാണ്. ലോക ക്യാൻസർ ദിനം എന്നാണ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആണ്. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? ചികിത്സാ വിടവ് ഇല്ലാതാക്കുക എന്നതാണ് 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ചികിത്സാ വിടവ് ഇല്ലാതാക്കുക. 2022 പ്രമേയത്തിന്റെ തുടർച്ചയാണ് 2024 വരെ നീണ്ടു നിൽക്കുന്നത്. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ എവിടെയാണ്? ലഡാക്ക്, ഗുൽമർഗ്. ഭാഗ്യചിഹ്നം എന്താണ്? ഷീൻ ഇ ഷീ എന്ന ഹിമപ്പുലി. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 6-നാണ് 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിച്ചത്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നതെന്നാണ് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ്. ഈ വർഷം ഫെബ്രുവരി 6-നായിരുന്നു. 2024 ഫെബ്രുവരി 6-നായിരുന്നു. 2024 സുരക്ഷിത ഇന്റർനെറ്റിന്റെ പ്രമേയം എന്താണ്? ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം
2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് എന്നതാണ് 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? VK മോഹനൻ കമ്മിറ്റി. അപ്പോൾ കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? VK മോഹനൻ കമ്മിറ്റി. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഏതാണ്? മാർഗദീപം. അപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? മാർഗദീപം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തി മൊറാർജി ദേശായി ആണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? മൊറാർജി ദേശായി ആണ്. രണ്ടാമത്തെ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയാണ് നിർമ്മല സീതാരാമൻ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? മൊറാർജി ദേശായി. അടുത്ത ക്വസ്റ്റ്യൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത് എവിടെയാണ്? യുഎസിലാണ് നടപ്പിലാക്കുന്നത്. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് എവിടെയാണ്? US. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹഹസ്തം. അപ്പോൾ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹഹസ്തം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ജാനിക് സിന്നർ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അരീന സബലങ്ക. ബെലാറസിന്റെ അരീന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? അരീന സബലങ്ക, ബെലാറസ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ജാനിക് സിന്നർ. മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 76ാമത്. മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. 1948 ജനുവരി 30-നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഗാന്ധിജി കൊല്ലപ്പെട്ടതെന്നാണ് 1948 ജനുവരി 30-നാണ്. ജനുവരി 30 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? രക്തസാക്ഷിത്വ ദിനമായിട്ടാണ് ജനുവരി 30 ആചരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉദയം. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉദയം. അടുത്ത ക്വസ്റ്റ്യൻ. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് അരവിന്ദ് പനഗിരിയ. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്?
ആനി ജോർജ് മാത്യു. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? സ്പർശം. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? സ്പർശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? CV ആനന്ദബോസ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? CV ആനന്ദബോസ്. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബീറ്റ് ലെപ്രസി എന്നതാണ് 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. എന്താണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബിൽ. ബില്ലിന്റെ പേര് നാരിശക്തി വന്ദൻ അധിനിയം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൊത്തം സീറ്റുകളുടെ 33% വനിതകൾക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് വനിതാ സംവരണ ബിൽ. 106 ഭരണഘടനാ ഭേദഗതി, 128 ഭരണഘടനാ ഭേദഗതി ബില്ല് 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി അംഗീകാരം നൽകി. പഴയ പാർലമെന്റിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? സംവിധാൻ സദൻ. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 2023 നോർമൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് നേടിയത് സ്വാതി നായക്കാണ്. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? തായ്വാൻ. 2023 സെപ്റ്റംബറിൽ ടെന്നീസിൽ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു? USA, വെസ്റ്റ് ഇൻഡീസ്. ഏഷ്യയിലെ കായിക താരങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കായികമേളയായ ഏഷ്യൻ ഗെയിംസ് 2023 എവിടെയാണ് നടക്കുന്നത്? ചൈനയിലെ ഹാങ്ചോവിലായിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ചൈനയിലെ ഹാങ്ചോവിൽ നടന്നത്. 20ാമത് ജപ്പാനിലാണ് നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗുർദത്ത് സോദിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യത്തിന്റെ ശില്പി ആരാണ്? നെഹ്റു ആണ്. ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്നവിടെ 1951 ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേര് എന്താണ്? ഛത്രപതി സംഭാജി നഗർ. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേര് ധാരാശിവ്. മന്ദഹാസം പദ്ധതിയുടെ പുതിയ ധനസഹായം എത്ര രൂപയാണ്? 10,000 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. 2023 ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് M ജയചന്ദ്രൻ. 2023 സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കോൾ. 2023 US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് കൊക്കോ ഗാഫ് അമേരിക്ക. 2023 US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് സെർബിയ. ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയ ഇന്ത്യൻ വംശജയാരാണ്? ജോയിത ഗുപ്ത. യൂറോപ്യൻ യൂണിയന് ശേഷം G20 ഉച്ചകോടിയിൽ അംഗമാകുന്ന രണ്ടാമത്തെ രാജ്യകൂട്ടായ്മ ഏതാണ്? ആഫ്രിക്കൻ യൂണിയനിലാണ്. 55 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകനാരാണ്? ഡോക്ടർ KT ബിജു. ജമ്മു കാശ്മീരിലെ ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ നാമകരണം ചെയ്തത് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ. അടുത്തിടെ അന്തരിച്ച അജിത് നൈനാൻ ഏതു മേഖലയിലാണ് പ്രശസ്തൻ? കാർട്ടൂണിസ്റ്റാണ്. 2023 സെപ്റ്റംബറിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്?
വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ 54ാമത് കടുവാ സങ്കേതമാണ് ധോൽപൂർ കരൗലി കടുവാ സങ്കേതം. നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുരുകൻ കാട്ടാക്കടയ്ക്ക്. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമം ഏതാണ്? കാസ്കോ വില്ലേജ്, തിരുവനന്തപുരം. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മഞ്ചാടി. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബി. ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ആദിത്യ L1 പേടകം ഏതാണ്? PSLV-C 57 റോക്കറ്റ്. അടുത്തത് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ USA, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി ഏതെവിടെയാണ്? മെറ്റ്ലൈഫ് സ്റ്റേഡിയം, US. 66ാമത് ഗ്രാമി പുരസ്കാരത്തിന്റെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ്? ദിസ് മൊമെന്റ്. സക്കീർ ഹുസൈൻ ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തബല. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ ലഡാക്ക്, ഗുൽമർഗ്. ഭാഗ്യചിഹ്നം ഷീൻ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. പ്രമേയം എന്താണ്? ചികിത്സാ വിടവ് ഇല്ലാതാക്കുക. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിച്ചത് ഫെബ്രുവരി 6 ആണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? VK മോഹനൻ കമ്മിറ്റി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഏതാണ്? മാർഗദീപം. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാര്? EP നാരായണൻ പെരുവണ്ണാൻ. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് എവിടെയാണ്? US-ലാണ്. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹഹസ്തം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് അരീന സബലങ്ക, ബെലാറസ്. മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 76. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉദയം. 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗരിയ. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? സ്പർശ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? CV ആനന്ദബോസ്. 2024 കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബീറ്റ് ലെപ്രസി. ലോക തണ്ണീർത്തട ദിനമെന്ന് ഫെബ്രുവരി 2 ആണ്. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.